മേഘാലയയിലെ മൂന്നാമത്തെ ദിവസം. ഡബിൾ ഡെക്കർ ലീവിംഗ് റൂട്ട് ബ്രിഡ്ജിലേക്കുള്ള ട്രെക്കാണിത്. ഈ കാണുന്ന സ്റ്റെപ്സും ഇനി ഇറങ്ങാനുള്ളതും എല്ലാം കൂടി 3500 സ്റ്റെപ്സ്. ദാറ്റ് കവേഴ്സ് ഓൾമോസ്റ്റ് 3 കിലോമീറ്റേഴ്സ്. ഈ കാണുന്നതിലും വളരെ നാരോ ആയിട്ടുള്ള സ്റ്റെപ്സാണ് ഇനി മുന്നോട്ടുള്ളത്. കൂടാതെ നാച്ചുറൽ പാത്സും കുറേ കുഞ്ഞു കുഞ്ഞു ബ്രിഡ്ജുകളും പാറകളും എല്ലാം കയറി ഇറങ്ങാനുണ്ട്. ട്രെക്കിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ഇങ്ങനൊരു വടി കിട്ടും. ഈ വടി കുത്തി വേണം നമുക്ക് നടക്കാൻ. നമ്മൾ അറിയാണ്ട് തന്നെ കുത്തി. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഒരു 6 വയസ്സുകാരുടെ ആഗ്രഹം സഫലമായതാണ്. ആദ്യത്തെ 2 ഡെസ്റ്റിനേഷൻ പോയിന്റിൽ നിന്നും ബൈ പറഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ചിറാപ്പൂഞ്ചിയിൽ എന്നെ തെളിഞ്ഞ ആഘോഷവും ഈ തെളിഞ്ഞ വെള്ളവുമാണ് എന്നെ സ്വീകരിച്ചത്. ആ സമയത്ത് എനിക്കുണ്ടായ എക്സൈറ്റ്മെന്റും സന്തോഷവും എനിക്ക് ഇന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോഴും ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആ ഒരു മൊമെന്റിൽ എന്നെ കണ്ണ് നിറയുകയോ സന്തോഷം കൊണ്ട് എനിക്ക് ആ കുഞ്ഞു പാലത്ത് ഞാൻ തുള്ളിച്ചാടുകയോ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. എല്ലാവരെയും വിളിച്ച് കാണിക്കുകയും, കാരണം കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാനിങ്ങനെ അച്ഛനെ വിളിച്ചിങ്ങനെ പരാതി പറയുന്നത് കാണാൻ പറ്റിയില്ല, ഞാൻ അതിനല്ലേ വന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഈ സമയം ഇത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും അതിലും ഞാൻ അവിടെ കുറേ നേരം ഇങ്ങനെ നിന്നു. പിന്നെ മുമ്പോട്ട് പോകുമ്പോഴും ഇതുപോലെ കുറേ ബ്രിഡ്ജുകളുണ്ട്, ചെറുതും വലുതുമായി. അതിലൂടെ എല്ലാം നമുക്ക് ഇത് കാണാം. എന്തോ ഭാഗ്യം മഴ പെയ്തില്ല. മഴ പെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവിടെയും കലങ്ങിയ വെള്ളം ഉണ്ടായിരുന്നേനെ. എനിക്ക് പനി ഉള്ളതുകൊണ്ട് മാത്രമല്ല, അയ്യോ എങ്ങനെ ഇറങ്ങിയെന്നറിയാം. എനിക്ക് കാലിന് ഇറങ്ങാൻ മാത്രമേ ഇപ്പോൾ അറിയത്തുള്ളൂ. സ്റ്റെപ്സ് ഇറങ്ങാൻ മാത്രം. കുറേ ആ മലയുടെ മുകളിൽ നിന്ന് എങ്ങാണ്ട് ഇറങ്ങാൻ തുടങ്ങിയ സ്റ്റെപ്സാണ് കാണാൻ പോകുന്നത്. എവിടെയോ ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോകുന്നിടത്ത് എത്തിയിട്ടില്ല. അതിന് ഇനിയും 1 മണിക്കൂർ 1 മണിക്കൂറുണ്ട്. അവിടെ പോയി കണ്ടിട്ട് പിന്നെ 1.5 മണിക്കൂർ പോകണം അവിടെ കണ്ട്. ഈ സ്റ്റെപ്സ് ഇറങ്ങി എങ്ങനെ കയറുമെന്ന് അറിയത്തില്ല. എവിടെ വരുന്ന റെസ്റ്റ് എടുത്തോണ്ടിരിക്കുക. പിന്നെ കമ്പൊക്കെ ഉണ്ട്. ഓക്കെ, ഒന്നും വരത്തല്ലേ ഈശ്വരാന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീണ്ടും മുമ്പോട്ട് പോവാം. വഴിയൊന്നും വരല്ലേ എന്നൊരിതിൽ. കൂടെ ഉള്ളവരൊക്കെ വരുന്നതേ ഉള്ളൂ. 2 പേര്. ഞാൻ എൻ്റെ ഉള്ള എനർജിയും കൊണ്ട് എവിടെ എത്തും. ദൈവമേ തലവേദന ഒന്നും വരത്തില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ത്തുന്നു. 10,000 ആയാലും മുകളിലോട്ട് ഹെലികോപ്റ്റർ സർവീസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒന്നുമില്ല, നടന്ന് തന്നെ ഇറങ്ങണം. അപ്പോൾ ശരി. ഈ കാണുന്നതാണ് എൻ്റെ സ്ക്വാഡ്. ഞങ്ങൾ 3 പേര് സോളോ ട്രാവലേഴ്സ് ആയിരുന്നു, കൂട്ടത്തിൽ ഞങ്ങളുടെ ഗൈഡും. അന്ന് ഈ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും ഇതൊരു വ്ളോഗ് ആക്കുമെന്ന് കരുതിയതല്ല. ചില വീഡിയോസ് ഞാൻ അന്നേ വോയിസോടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അന്നത്തെ ഇമോഷനും എക്സൈറ്റ്മെൻറ്റും എല്ലാം. എങ്കിലേ ഈ ഫുൾ വ്ളോഗിനൊരു ജീവനുണ്ടാകുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ കുറേ നടന്ന് ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ഈ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജിലേക്ക് എത്തും. ഇത് ആക്ച്വലി ചെറുതാണ്, ഇത് വളർന്നു വരുന്നതേ ഉള്ളൂ. ഈ കാണുന്നത് പോലെ തന്നെ മുളയും വള്ളികളും ഈ കമ്പിയും എല്ലാം ഉപയോഗിച്ചാണ് ഈ മരത്തിൻ്റെ വേരിനെ ഇങ്ങനെ ഹൊറിസോണ്ടലി വളർത്തിയെടുക്കുന്നത്. അങ്ങനെ റിവറിൻ്റെ 2 അറ്റവും കൂട്ടിമുട്ടി ഗ്രാജുവലി ഒരു പാലമായി മാറും. ഇതാണ് ഡബിൾ ഡെക്കർ ബ്രിഡ്ജ്. 250 വർഷത്തിലേറെ പഴക്കമുണ്ടത്രേ. അതായത് അത്രയും വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഖാസി ജനങ്ങൾ മരത്തിൻ്റെ വേരും മുളയും എല്ലാം ഉപയോഗിച്ച് വേരുകളെ റിവറിൻ്റെ 2 സൈഡിലേക്കും യോജിപ്പിച്ച് വളർത്താൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങളെടുത്ത് അതൊരു സ്ട്രോങ് പാലമായി മാറി. എന്താണല്ലേ ഈ നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയണ പോലെ. അതവിടെ നിൽക്കട്ടെ. വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ 3500 സ്റ്റെപ്സ് ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് വരെയാണ്. ഇവിടുന്ന് നമുക്ക് ബ്ലൂ ലഗൂണും റെയിൻബോ വാട്ടർഫോൾസും കാണണമെങ്കിൽ കുറേ ദൂരം ഇനിയും നടക്കാനുണ്ട്. ടോട്ടൽ ഒരു 3200 സ്റ്റെപ്സ് കൂടെ. ടോട്ടൽ 1 വേ നമ്മളൊരു 6 കിലോമീറ്റർ കവർ ചെയ്യുന്നുണ്ട്. ബട്ട് ദാറ്റ്സ് നോട്ട് സ്ട്രെയിറ്റ് വേ. ഈ പറഞ്ഞ കുത്തനെയുള്ള ഇറങ്ങാനും കയറാനും കല്ലും പാറയും വലിഞ്ഞു കയറി നല്ല പാടാണ്. കുറച്ച് പേര് മാത്രമേ ഈ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് കഴിഞ്ഞിട്ടും അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ തിരിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ആൾക്കാർ കുറവായിരുന്നു ഈ അഡ്വഞ്ചർ. പിന്നെ ഈ പറഞ്ഞ മാടക്കടകളും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ ഇവിടെയായിട്ട് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മുടെ ഒരു ചേഞ്ച് ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ ഒന്നും വർക്കാവില്ല. പിന്നെ നമ്മൾ ബ്ലൂ ലഗൂണിലെത്തും. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ തോന്നിയില്ല. മേഘാലയയിലെ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ടൂറിസ്റ്റ് വളരെ കുറവായിരുന്നു. അപ്പം ഇതുപോലെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ ശാന്തമായി ഒഴുകുന്ന നദിയും കണ്ടിരിക്കാൻ എന്ത് രസമായിരുന്നെന്നോ. അങ്ങനെ അവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ ഓരോ കല്ലും മുള്ളും വലിഞ്ഞു കയറി കഴിയുമ്പോൾ നമ്മൾ ഇറങ്ങി വരുന്ന ആൾക്കാരോട് ചോദിക്കും എത്ര ദൂരം ഉണ്ടെന്ന്. കാരണം ഇനിയിപ്പോൾ കൂടിപ്പോയി ഒരു 15 മിനിറ്റല്ലേ കാണുകയുള്ളൂ മാക്സിമം എന്നാണ് നമ്മുടെ മനസ്സിൽ. അവർ ഒക്കെ ഒരു 1.5 അവർ അത്രയും കൂടി എടുക്കും എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു കിളി അങ്ങ് പോകും. പിന്നെ ഇനിയും 1.5 മണിക്കൂറോ എന്നുള്ള ഈ ഒരു വലിയൊരു ചിന്ത നമ്മുടെ തലയിലേക്ക് വരും. ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു നമ്മളെടുത്ത ഒരു ഡിസിഷനെ നമ്മൾ തന്നെ ചോദ്യം ചെയ്യുന്നൊരവസ്ഥ വരും. പിന്നെ അങ്ങനെ ചെന്ന് ഈ ഒരു വ്യൂ കാണുമ്പോൾ നമ്മുടെ എല്ലാം വെർത്താണ് നമുക്ക് തോന്നും.
സത്യം പറഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോകാൻ പോലും തോന്നില്ല ഇങ്ങനെ ഇരിക്കാൻ. കാരണം എൻ്റെ ടീമിലുണ്ടായിരുന്ന ആ മൂന്നാല് പേരല്ലാണ്ട് വേറെ ആരും ആ സമയത്ത് അവിടെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഒരു കടയുണ്ട്, ആ കടയിലെ ആളും. പിന്നെ അതൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് നടന്നു. കാരണം ഇന്ന് തന്നെ തിരിച്ചിറങ്ങി ചെല്ലണം. രാവിലെ 10 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. ഇവിടെ നേരത്തെ ഇരുട്ടുകയും ചെയ്യും. തിരിച്ചിറങ്ങി പോകുമ്പോൾ കഷ്ടപ്പെട്ട് കയറി വരുന്ന കുറേ ആൾക്കാരെ കാണാം. അപ്പോൾ അവർ ചോദിക്കും ഇനി എത്ര ദൂരം. അപ്പോൾ ഇനി 1 hour കൂടി ഉണ്ടെന്ന് അവരോട് പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഭാവമായിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്ന ചിരി വരും. പിന്നെ ബ്ലൂ ലഗൂണിലെത്തി നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി. സത്യം പറഞ്ഞാൽ മതിമറന്ന് ആർമാദിക്കുകയായിരുന്നു ഞാനവിടെ ചെയ്തുകൊണ്ടിരുന്നത്. മേഘാലയയിൽ വരുന്നതിൻ്റെ കാരണം തന്നെ ഈ കളർ വെള്ളത്തിൽ കളിക്കുക, ഇറങ്ങുക, കാണുക എന്നൊക്കെ ഉള്ളതായിരുന്നു. ഈ ഒരു കുളി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിന് ഭയങ്കര എനർജി തോന്നി. ആ ഒരു ട്രക്കിൻ്റെ ക്ഷീണവും കാര്യങ്ങളും എല്ലാം എൻ്റെ ശരീരത്തിനുണ്ടായിരുന്നെങ്കിലും മനോഹരമായ കുളിയൊക്കെ നടത്തി എപ്പോഴാണ് ഇറങ്ങി വരുന്നത്. ഇനി കുറേ സ്റ്റെപ്സ് ഇറങ്ങാനും ഒത്തിരിയും കയറാനുണ്ട്. വന്നെല്ലാം കയറാനും. റെയിൻബോ ഫോൾസും കണ്ടു, ബ്ലൂ ലഗൂണിൽ കുളിച്ചു. ഇനി ഇവിടെ ഇപ്പോൾ ഇത് ഇറങ്ങി ചെല്ലുന്നത് നമ്മൾ ഡബിൾ ഡെക്കറിലേക്കാണ്. അവിടെ നല്ല ഇറക്കം ഇറങ്ങിയായിരുന്നു വന്നത്. അപ്പോൾ നല്ലൊരു കയറ്റം. ശരി, അന്നിതൊന്നും വ്ളോഗാക്കണമെന്ന് കരുതിയിട്ടില്ലാഞ്ഞുകൊണ്ട് പല വീഡിയോസും ഇൻകംപ്ലീറ്റ് ആണ്. പക്ഷേ ഇന്ന് ഈ ഡോക്യുമെൻ്ററി ഉണ്ടാക്കുമ്പോൾ എനിക്ക് അന്നത്തെ ആ ഒരു നിമിഷത്തിലൂടെ ഞാൻ റീലീവ് ചെയ്യാണ്. അപ്പോൾ അത് തരുന്നൊരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ വ്ളോഗിൻ്റെ പിന്നിലെ ഉദ്ദേശം ഈ സ്ഥലത്തെ പറ്റിയുള്ള ഇൻഫർമേഷൻ പറയാനോ ഹിസ്റ്ററിക്കോ ഒന്നുമല്ല. മെമ്മറീസ് എല്ലാം എനിക്ക് റീകോൾ ചെയ്യാനുള്ള ഒരിടം. അതേപോലെ എന്നെപ്പോലെ സോളോ ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രചോദനം, അത്രയും മാത്രമാണ്. നേരം നന്നായി ഇരുട്ടി. രാവിലെ 10 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. ഡബിൾ ഡെക്കർ ബ്രിഡ്ജിൻ്റെ അവിടം തൊട്ട് ജനവാസ സ്ഥലമാണ്. അപ്പോൾ വീടുകളും ചെറിയ ലൈറ്റ്സും ഒക്കെ കാണാം. പക്ഷെ അതുവരെ നമ്മൾ കയറിയ പാലങ്ങളും പാറകളും സ്റ്റെപ്സും എല്ലാം ഫ്ലാഷ് ലൈറ്റ്സിൻ്റെയും നിലാവിൻ്റെ വെട്ടത്തിൽ വേണം നടക്കാൻ. പിന്നെ സ്റ്റീവിനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. ഞങ്ങൾ ഈ ഫുള്ളി രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഫുൾ എനർജി ആയിരുന്നു. ഞങ്ങളുടെ കൂടെ ഓടി ചാടി ഫോട്ടോസ് എടുക്കുക. നമ്മൾ എത്ര ക്ഷീണിച്ചാലും പുള്ളി കട്ടയ്ക്ക് കൂടുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ സിക്കിമും മറ്റ് സ്ഥലങ്ങളിലെല്ലാം പോയപ്പോഴും മേഘാലയ മിസ് ചെയ്യാൻ മറ്റൊരു പ്രധാന കാരണം ഇവിടുത്തെ ആൾക്കാരുമായിരിക്കും. ഇതുപോലെ ചില സ്ഥലങ്ങൾ അങ്ങനെയായിരിക്കും, നമ്മളെ കുറേ ടെസ്റ്റ് ചെയ്യും, ബ്രേക്ക് ചെയ്യും. ബട്ട് ഫൈനലി വി റിയലൈസ് ദിസ് ഇസ് ദ ബെസ്റ്റ് ഡിസിഷൻ വി എവർ മെയ്ഡ്.